ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ സ്വീറ്റ് ബോളിയാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. ഇത് ചില സ്ഥലങ്ങളിൽ സദ്യയിലൊക്കെ വിളമ്പുന്ന ഒരു പലഹാരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പായസമൊക്കെ കൂട്ടി കഴിക്കാനും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ബോളി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സ്വീറ്റ് ബോളി തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ കടലപ്പരിപ്പ് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് കൊണ്ട് 1/4 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം കഴുകി എടുത്തതിന് ശേഷം കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുതിർത്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുതിർത്തിട്ട് നമ്മൾ വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്തിട്ടൊക്കെ കിട്ടും. അപ്പോൾ ഇത് ഈ ഒരു വെള്ളത്തോട് കൂടിയിട്ടാണ് കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പരിപ്പ് വേവാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 3 മണിക്കൂറോളമാണ് കേട്ടോ ഒരു കടലപ്പരിപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും ഇത് നല്ലോണം തന്നെ കുതിർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാവും. ഇതിലേക്ക് ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് ഈ ഒരു കടലപ്പരിപ്പ് നല്ലോണം ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഞാനിവിടെ 4 വിസിൽ വരുന്നത് വരയ്ക്കാണ് കേട്ടോ ഇത് വേവിച്ചിട്ട് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതിലൊരല്പം വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പയിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലോട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മൈദപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ബോളി തയ്യാറാക്കിയിട്ട് എടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു കളറൊക്കെ കിട്ടും കേട്ടോ. കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് കുഴച്ചിട്ട് കൂടെ എടുക്കുക കേട്ടോ. ഞാനിവിടെ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പച്ചവെള്ളത്തിലാണ് ഇത് കുഴച്ചിട്ട് എടുക്കേണ്ടത്. കളർ കുറച്ച് കുറവായ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലൊട്ടാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് കുഴച്ചിട്ട് എടുക്കുന്നത്. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ കൂടെ വെക്കണം കേട്ടോ. ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരമായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതൊരു 2 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. അതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് വെച്ചിട്ട് ബോളി ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത്. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടലപ്പരിപ്പ് ഉണ്ടല്ലോ, അതൊന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയതിന് ശേഷം വേണം ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം വീഡിയോ എടുക്കാനായിട്ട് വിട്ടു പോയതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലോണം തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് ചൂട് കട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കോ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഞാനിവിടെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. കട്ടയായിട്ടുള്ള ശർക്കര ആയിരുന്നു കേട്ടോ. അതൊന്ന് പൊടിച്ചതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പൊടിയായിട്ടുള്ള ശർക്കരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ മണ്ണുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. വേവിച്ചിട്ടെടുക്കുക എന്ന് വെച്ചാൽ ഈ ഒരു ശർക്കരയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉരുകിയിട്ട് ഈ ഒരു കടലപ്പരിപ്പ് അരച്ചതുണ്ടല്ലോ അതിലൊക്കെ നല്ലോണമൊക്കെ ഒന്ന് മിക്സായിട്ട് വരുന്നത് വരയ്ക്കൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് ഇളക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നീട് ഈ ഒരു ശർക്കരയൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്മൂത്തായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു തവി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കരയൊക്കെ നല്ലോണം തന്നെ ഉരുകിയിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരല്പം വെള്ളം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരയ്ക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഇങ്ങനെ തിക്കായിട്ടൊക്കെ വരണം കേട്ടോ. ഇപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നല്ലോണം തന്നെ വറ്റിയിട്ട് നല്ല തിക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റാം കേട്ടോ. ഇത് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോൾ പോലെ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 2 മണിക്കൂറിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തതിന് ശേഷം നമുക്കിത് ഒരു ഇലയിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ വാഴയിലയിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഈ ഒരു മാവ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് കൂടെ കൊടുക്കുക. നല്ല തിക്കായിട്ട് വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കടലപ്പരിപ്പിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ചെറിയൊരു ഉരുള പോലെ ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അതിന് ശേഷം പിന്നെ നമുക്കിത് കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ചപ്പാത്തി കോല് വെച്ചിട്ടോ പരത്തിയിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കുറച്ച് വലിയ സൈസിലുള്ള ബോളിയാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോളിയാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്താലും മതി കേട്ടോ. പിന്നെ ആ ഒരു ഫില്ലിങ് എടുക്കുമ്പോഴും കുറച്ച് എടുത്താൽ മതി.
ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് എത്രത്തോളം കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചിട്ട് പരത്തിയിട്ട് എടുക്കാം. പിന്നെ അതിൻ്റെ ആ ഒരു ഫില്ലിങ് പുറത്ത് വരാത്ത വിധത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ദോശക്കല്ലിൽ ഇട്ട് കൊടുക്കോ അതല്ലെങ്കിൽ ആ ഒരു ഇലയോട് കൂടിയിട്ട് ഇതുപോലെ ചെയ്യോ എങ്ങനെയാണ് സൗകര്യം അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കുക. ഒരു സൈഡൊക്കെ ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മറിച്ചിട്ട് കൂടെ കൊടുക്കാം. ഇതിൻ്റെ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊന്നും ഒഴിക്കാം കേട്ടോ. ഞാനിവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ പൊള്ളിച്ചിട്ടൊക്കെ വരും. ഇതിപ്പോൾ അതേ നല്ലോണം ഇങ്ങനെ പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബോളി ഇവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ ഓരോന്നും അപ്പോൾ ഫില്ലിംഗ് ഒക്കെ നിറച്ചിട്ട് പരത്തിയിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. അതല്ല നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് പരത്തിയിട്ടൊക്കെ അങ്ങനെ എടുത്ത് ചുട്ടെടുക്കണ പോലെ ചുട്ടെടുക്കൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഒക്കെ പുറത്തേക്ക് വരും. പിന്നെ നമ്മളതിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോകും നമ്മളത് പരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബോളി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ സേമിയ പായസത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. പായസം ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്